ഞാൻ മരിച്ചു ജീവിച്ചവളാണ്. ഇനി എൻ്റെ ജീവിതം പന്താടാൻ നിങ്ങൾ ആരെയും ഞാൻ അനുവദിക്കില്ല. എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി ഞാൻ ജീവിച്ച് കാണിച്ചു തരാം. നോവൽ പെട്ടി. കഥകളുടെ അത്ഭുതച്ചെപ്പ്. കണ്ണുകൾ തുറക്കുമ്പോൾ ചുറ്റും മരവിപ്പിക്കുന്ന ഒരുതരം വെള്ള വെളിച്ചം മാത്രമായിരുന്നു അവൾക്ക് കാണാൻ കഴിഞ്ഞത്. എവിടെയാണെന്നോ എന്താണ് സംഭവിച്ചതെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത ഒരുതരം ശൂന്യത. നാസാരന്ധ്രങ്ങളിലേക്ക് തുളച്ചു കയറുന്ന മരുന്നുകളുടെ രൂക്ഷഗന്ധം അവിടെ ആകെ നിറഞ്ഞു നിന്നിരുന്നു. അതൊരു വീടായിരുന്നില്ല, അതൊരു ആശുപത്രി മുറിയാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് കുറച്ചധികം സമയമെടുത്തു. സാവധാനം ബോധം പൂർണ്ണമായി തെളിയുമ്പോൾ തന്നെ ഇടത്തെ കൈത്തണ്ടയിൽ നിന്ന് അസഹനീയമായ വേദന അവളിലേക്ക് അരിച്ചിറങ്ങി. ആ വേദന അവളെ ഒരു വലിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. കൈപ്പത്തിയുടെ തൊട്ട് താഴെയായി വെച്ചുകെട്ടിയ ആ വലിയ ബാൻഡേജിലേക്ക് അവൾ നോക്കി. ഒറ്റ മുറിവിൽ തന്റെ ഈ ദുരിതങ്ങൾക്കെല്ലാം അവസാനമാകുമെന്ന് കരുതിയവൾക്ക് തെറ്റി. തന്റെ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ അവൾ കണ്ടെത്തിയ വഴി ഞരമ്പ് മുറിക്കുക എന്നതായിരുന്നു. പക്ഷേ അവൾ മരിച്ചിട്ടില്ല. ഇതവളുടെ പുതിയൊരു ജന്മമാണ്. ആ ആശുപത്രി കിടക്കയിലെ തണുപ്പിൽ കിടക്കുമ്പോൾ മായ്ക്കാൻ കഴിയാത്ത തന്റെ പഴയ ഓർമ്മകളിലേക്ക് അവൾ വീണ്ടും സഞ്ചരിക്കാൻ തുടങ്ങി. എവിടെ നിന്നാണ് ഈ തകർച്ചകൾ തുടങ്ങിയത്? അത് സ്നേഹം മാത്രം നിറഞ്ഞ അവളുടെ ആ പഴയ വീട്ടിൽ നിന്നായിരുന്നു. ഖാദറിന്റെയും ജമീലയുടെയും പ്രാർത്ഥനകളുടെ ഫലമായി ജനിച്ച ഏക മകളായിരുന്നു ഐഷു. മക്കയിൽ പോയി പ്രാർത്ഥിച്ചതിനു ശേഷം കിട്ടിയ വലിയൊരു നിധിയായിരുന്നു അവൾ. കുഞ്ഞുനാൾ തൊട്ട് 10ാം ക്ലാസ് വരെ ആ കുടുംബത്തിന്റെ പൊന്നോമനയായാണ് അവൾ വളർന്നത്. പഠിക്കാനും മറ്റു കലാപരിപാടികൾക്കും എപ്പോഴും മുന്നിലായിരുന്ന ഒരു മിടുക്കി കുട്ടി. നാളെ ഈ സമൂഹത്തിൽ ഉന്നതമായ നിലയിൽ അവൾ എത്തുമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് വളരെ ചെറിയ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10ാം ക്ലാസ്സിലെ പബ്ലിക് പരീക്ഷ എഴുതി തീർന്ന സമയം വരെ മാത്രമേ ആ സ്വാതന്ത്ര്യം അവൾക്ക് ലഭിച്ചുള്ളൂ. മലബാറിലെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആ 16-കാരിക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ അനുവാദമില്ലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചയക്കുമെന്നത് അവളുടെ ഉപ്പ വളരെ അഭിമാനത്തോടെയാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഏറെ കൊഞ്ചിച്ചു വളർത്തിയ സ്വന്തം മകളുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ ആ പിതാവിന് കഴിഞ്ഞില്ല. സ്വന്തം ഉപ്പ കല്യാണക്കാരെ ഉറപ്പിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. എനിക്ക് പഠിക്കണം ഉപ്പച്ചി, എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന് ഐഷു കരഞ്ഞു പറഞ്ഞ ആ വാക്കുകൾക്ക് അവിടെ യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കുടുംബത്തിന് നീ മായക്കേടുണ്ടാക്കരുത് എന്നായിരുന്നു ഉപ്പയുടെ മറുപടി. കുടുംബത്തിലെ മറ്റു പെൺകുട്ടികളെല്ലാം 8ലും 9ലും കല്യാണം കഴിഞ്ഞു പോയവരാണെന്നും നിനക്ക് 10ാം ക്ലാസ് വരെ സമയം തന്നില്ലേ എന്ന് ചോദിച്ച് അദ്ദേഹം അവളെ നിശബ്ദയാക്കാൻ ശ്രമിച്ചു. പെൺമക്കളെല്ലാം അന്യവീട്ടിൽ വളരേണ്ടവരാണെന്നും ഉപ്പ പറയുന്നതനുസരിക്കണമെന്നും ഖാദർ തീർത്തു പറഞ്ഞു. ഒടുവിൽ താൻ വാക്കു കൊടുത്തുപോയി, ഇനി ഈ വാക്ക് മാറ്റിയാൽ നിന്റെ ഉപ്പ മരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ വൈകാരികമായി തളർത്തി. തന്റെ വലിയ സ്വപ്നങ്ങളെക്കാളും ഉപരി മാതാപിതാക്കളുടെ സ്നേഹത്തിന് ആ 16-കാരി വില കൊടുത്തു. കുടുംബത്തിന്റെ പിന്തുണയില്ലാതെ ആ പ്രായത്തിൽ അവൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഉള്ളകം നീറുന്നുണ്ടെങ്കിലും അവൾ മൗനമായി തന്റെ സമ്മതം മൂളി. പിന്നീടങ്ങോട്ടെല്ലാം വളരെ വേഗത്തിലായിരുന്നു. പെണ്ണ് കാണലും നിശ്ചയവും നിക്കാഹുമെല്ലാം ധൃതിയിൽ നടന്നു. സുഹേലായിരുന്നു വരൻ. കുടുംബത്തിന് ഏറെക്കാലമായി പരിചയമുള്ള വ്യക്തി. സ്വർണം വാങ്ങലും വസ്ത്രമെടുക്കലും വീടലങ്കരിക്കലുമെല്ലാം ഒരു ഉത്സവ പ്രതീതിയോടെ നടന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫോണിലൂടെ സംസാരിച്ച് അവളും സുഹേലുമായി ചെറിയ രീതിയിൽ അടുപ്പത്തിലായിരുന്നു. സ്വന്തം മകളുടെ വിവാഹം ഖാദർ ഒരു വലിയ ആഘോഷം പോലെ തന്നെയാണ് നടത്തിയത്. സുഹേലിന്റെ കയ്യിലേക്ക് ഐഷുവിനെ ഏൽപ്പിക്കുമ്പോൾ ആ പിതാവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തന്റെ മകൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ വിവാഹമാണെന്ന് അദ്ദേഹം അപ്പോഴും വിശ്വസിച്ചു. സുഹേലിന്റെ വീട്ടിലെത്തിയ ഐഷു പിന്നെ സ്വന്തം വീട്ടിലെ ആ കുഞ്ഞിക്കുറുമ്പി ആയിരുന്നില്ല. സുഹേൽ ആ വീട്ടിലെ മൂത്ത കുട്ടിയായതുകൊണ്ട് തന്നെ അവൾ ആ വലിയ വീട്ടിലെ മൂത്ത മരുമകളായി മാറി. വെറും 16 വയസ്സ് മാത്രമുള്ളൊരു പെൺകുട്ടി പക്വതയുള്ള വലിയൊരു മരുമകളുടെ സ്ഥാനത്തേക്ക് മാറാൻ നിർബന്ധിതയാവുകയായിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന സുഹേലിന് ആകെ 2 മാസത്തെ അവധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 മാസം യാത്രകളും വിരുന്നുകളുമായി അവൾ വളരെ സന്തോഷത്തിൽ തന്നെ കടന്നുപോയി. പക്ഷേ സുഹേല് തിരികെ ജോലിക്ക് പോയതോടെ ആ വീടിന്റെ യഥാർത്ഥ മുഖം പുറത്തുവരാൻ തുടങ്ങി. സ്വന്തം വീട്ടിലെ രാജകുമാരിയായിരുന്നവൾ മറ്റൊരു വീട്ടിലെ വെറും വേലക്കാരിയായി മാറുകയായിരുന്നു അവിടെ. ഒരു ഭാര്യ എന്നതിലുപരി ഉത്തരവാദിത്തമുള്ള ഒരു യന്ത്രം മാത്രമായി അവൾ മാറി.
എന്ത് ചെറിയ കാര്യങ്ങൾക്കു പോലും ഭർത്താവിന്റെ ഉമ്മയായ മറിയത്തിൽ നിന്ന് അവൾക്ക് നിരന്തരം കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നു. സുഹേലിനോടുള്ള അതിതീവ്രമായ ഇഷ്ടം കൊണ്ട് മാത്രം അവൾ ആ കുത്തുവാക്കുകളെല്ലാം സഹിച്ചു. വിരഹം സഹിക്കാൻ കഴിയാതെ അവൾ സ്വന്തം വീട്ടിലും ഭർത്താവിന്റെ വീട്ടിലുമായി മാറി മാറി നിന്നു. മാസങ്ങൾ കടന്നുപോയി. 6 മാസം കഴിഞ്ഞപ്പോൾ സുഹേൽ തന്റെ ഭാര്യയെ കാണാനായി വീണ്ടും നാട്ടിലെത്തി. പക്ഷേ സുഹേലിന് ഐഷുവിനോടുള്ള ആ സ്നേഹവും പരിഗണനയും അവന്റെ ഉമ്മയ്ക്ക് ഒട്ടും രസമില്ല. അവിടെ മുതൽ ആ ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഗർഭിണിയാവാത്തത് അവരൊരു വലിയ പാതകമായി ചിത്രീകരിച്ചു. എന്ത് നിസ്സാര കാര്യത്തിനും ഐഷുവിനെ ചൂണ്ടിക്കാണിച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ അവിടെ പതിവായി മാറി. സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വന്തം ഉമ്മയോടവൾ കാര്യങ്ങൾ പറഞ്ഞുപോയി. അത് 2 കുടുംബങ്ങൾ തമ്മിലുള്ള വലിയൊരു അകൽച്ചയ്ക്ക് കാരണമായി. ഇതിനിടയിൽ സ്വന്തം വീട്ടിലേക്ക് പോയ ഐഷുവിനെ തിരികെ വിളിക്കാൻ വന്ന സുഹേലിന്റെ മുഖത്ത് അവൾ ഒരിക്കലും കാണാത്ത വലിയൊരു ദേഷ്യമുണ്ടായിരുന്നു. അതവളിൽ വലിയ ഞെട്ടലുണ്ടാക്കി. പിന്നീട് എല്ലാവരും ഇടപെട്ട ആ പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിച്ചു. ഇത്തവണ സുഹേൽ വിദേശത്തേക്ക് മടങ്ങുന്നതിന് മുൻപ് തന്നെ ഐഷുവിന് വിശേഷമുണ്ടായി. ലോകത്തെക്കുറിച്ചും ജീവിതത്തിലെ നിറങ്ങളെക്കുറിച്ചും മനസ്സിലാക്കേണ്ട പ്രായത്തിൽ തന്റെ 17ാമത്തെ വയസ്സിൽ അവളൊരു അമ്മയാകാൻ ഒരുങ്ങുകയായിരുന്നു. തന്റെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാക്കി ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച സ്വന്തം വീട്ടുകാരോട് അപ്പോഴും ആ പാവത്തിന് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. എന്തിനുമേതിനും മൗനം മാത്രമായിരുന്നു അവളുടെ മറുപടി. പഠിക്കുന്ന കാലത്ത് വളരെ ബോൾഡും കുറുമ്പിയുമായിരുന്ന ആ പെൺകുട്ടി തന്നെ മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ആളുകൾക്ക് നടുവിൽ ശ്വാസം മുട്ടുകയായിരുന്നു. ഐഷു ഗർഭിണിയാണെന്ന വാർത്ത കേട്ടപ്പോൾ സുഹൈലിനും അവന്റെ ഉപ്പയ്ക്കും വളരെ സന്തോഷമായിരുന്നു. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. ഇതെല്ലാം കണ്ടും കേട്ടും സഹിക്കാൻ കഴിയാതെ സുഹൈലിന്റെ വീട്ടിലെ സ്ത്രീകൾ നിരന്തരം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഗർഭകാലമെന്നത് ഏറ്റവും അമൂല്യവും ശാന്തവുമായ സമയമായിരിക്കണം. പക്ഷേ ആ സമയത്ത് പോലും യാതൊരു സ്വസ്ഥതയുമില്ലാതെ നീറുന്ന മനസ്സുമായിട്ടാണ് അവൾ അവിടെ ജീവിച്ചത്. തന്റെ ഭാര്യയുടെ മനസ്സും അവൾ അനുഭവിക്കുന്ന സന്തോഷവുമാണ് ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ ബാധിക്കുക എന്നത് സുഹൈൽ മറന്നുപോയി. സ്വന്തം വീട്ടുകാരുടെ കുത്തുവാക്കുകൾ കേട്ട് അവനും ഐഷുവിനെ പല രീതിയിൽ മാനസികമായി വേദനിപ്പിക്കാൻ തുടങ്ങി. സഹിക്കാൻ കഴിയാതെ സ്വന്തം വീട്ടിലേക്കെത്തിയ അവളുടെ അവസ്ഥ കണ്ടിട്ട് "നീ പേടിക്കണ്ട, നിനക്ക് ഞങ്ങളില്ലേ" എന്നൊരു വാക്കു പറയാൻ സ്വന്തം വീട്ടുകാർ പോലും തയ്യാറായില്ല. അവർക്ക് നഷ്ടപ്പെട്ട പണത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള കണക്കുകൂട്ടലുകൾ മാത്രമായിരുന്നു മനസ്സിൽ. തനിക്കുവേണ്ടി ചിന്തിക്കാൻ ഈ ലോകത്താരുമില്ലേ? ആ ഒറ്റപ്പെടലിൽ അവളുടെ മനസ്സ് പൂർണ്ണമായും കൈവിട്ടുപോയി. ആർക്കുവേണ്ടി ഇനി ജീവിക്കണമെന്ന തോന്നലിലാണ് തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ അവൾ ആ കടുങ്കൈ ചെയ്തത്. ആശുപത്രി കിടക്കയിൽ കണ്ണു തുറന്ന ഐഷുവിന്റെ കൈകൾ അറിയാതെ അവളുടെ വയറ്റിലേക്ക് നീണ്ടു. തന്റെ കുഞ്ഞ്. ആ നിമിഷം ഡോക്ടർ മുറിയിലേക്ക് കടന്നുവന്നു. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ അവളോട് പറഞ്ഞു. ആത്മഹത്യ ചെയ്യുന്നത് വലിയ കുറ്റമാണെന്നറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ചെയ്തു പോയതാണെന്ന് പറഞ്ഞ് അവൾ വിതുമ്പിക്കരഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ ആ വാക്കുകൾ അവളോട് പറഞ്ഞത്. "കുട്ടി, ഈ ജീവിതം നിന്റേതാണ്. നീ നിനക്കു വേണ്ടിയാണ് ആദ്യം ജീവിക്കേണ്ടത്. നീ ആർക്കുവേണ്ടി എന്ത് ത്യാഗം ചെയ്താലും നിനക്കൊരു മോശം സംഭവിച്ചാൽ നിന്നെ തള്ളി പറയാൻ ആളുകളുണ്ടാകും. ഈ ജീവിതം തീർന്നുപോയിരുന്നെങ്കിൽ അതിന്റെ നഷ്ടം ഐഷുവിന് മാത്രമാണ്. ഒരുപക്ഷെ ഈ കാരണം കൊണ്ടുപോലും നിന്നെ കുറ്റപ്പെടുത്താൻ ഈ സമൂഹം തയ്യാറാകും. കല്യാണം ഒന്നിന്റെയും തുടക്കവുമല്ല അവസാനവുമല്ല. ആദ്യം സ്വന്തം ജീവിതമെന്താണെന്നും സന്തോഷമെന്താണെന്നും തിരിച്ചറിയാൻ ശ്രമിക്കൂ. ഇന്ന് ഐഷു ഒരമ്മയാകാൻ പോകുന്ന സ്ത്രീയാണ്. നിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ കുഞ്ഞിനോട് നിനക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് നന്നായി ആലോചിച്ച് കൃത്യമായി പറയേണ്ട സമയത്ത് കൃത്യമായി മറുപടി പറയാൻ പഠിക്കൂ." ഡോക്ടറുള്ള ആ വാക്കുകൾ ഐഷുവിന്റെ സ്ഥിരകളിൽ ഒരു പുതിയ ഊർജ്ജമായി പടർന്നുകയറി. "അതെ, ഇതെന്റെ ജീവിതമാണ്. ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി എന്റെ സ്വന്തം ജീവിതം ഇങ്ങനെ തള്ളിക്കെടുത്തുന്നത്?" അവൾ ചിന്തിച്ചു തുടങ്ങുകയായിരുന്നു. ഒരു പുതിയ ഐഷുവായി, ഒരു പുതിയ പെണ്ണായി. അത് ഐഷുവിന്റെ പുനർജന്മം തന്നെയായിരുന്നു. മൗനത്തെ കൂട്ടുപിടിച്ച് സങ്കടങ്ങളെ മാത്രം വരവേൽക്കാൻ ശ്രമിച്ച പഴയ ഐഷു ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. തന്റെ കുഞ്ഞിനു വേണ്ടി ജീവിക്കണമെന്നുറപ്പിച്ച് മുന്നോട്ടു പോകാൻ തയ്യാറെടുക്കുന്ന പുതിയ ഐഷു ആണത്. താൻ മരിക്കാൻ ശ്രമിച്ചു എന്നറിഞ്ഞിട്ടും ഒരു വാക്കുകൊണ്ടുപോലും തന്നെ ആശ്വസിപ്പിക്കാൻ തയ്യാറാവാത്ത സുഹേൽ ഇനി തന്റെ ജീവിതത്തിൽ വേണോ എന്ന് അവൾ ആലോചിച്ചു. വേണ്ട എന്ന് തന്നെ അവൾ ഉറപ്പിച്ചു. തന്നെ വേണ്ടാത്തവരെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ഇനി സഹിക്കേണ്ട യാതൊരാവശ്യവും തനിക്കില്ല. ഇനി ഒരിക്കലും ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കില്ല എന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. ആ സമയത്താണ് ഉപ്പയും ഉമ്മയും അവളെ കാണാനായി മുറിയിലേക്ക് വന്നത്.
മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതിനു ശേഷം ഉപ്പ പറഞ്ഞ വാക്കുകൾ അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? ഇതിപ്പോ സുഹൈലിന്റെ വീട്ടുകാർ മൊത്തം ദേഷ്യത്തിലാണ്. അവരുടെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെങ്ങനെ പ്രതികരിക്കും എന്നായിരുന്നു എന്റെ ഭയം. മരണത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചുവന്ന സ്വന്തം മകളെ നോക്കി ആ പിതാവ് പറഞ്ഞത് കേട്ട് ഐഷു നടുക്കത്തോടെ ചോദിച്ചു, അപ്പോൾ ഞാൻ നിങ്ങളുടെ മകളല്ലേ? നിങ്ങളുടെ കുട്ടിയല്ലേ എനിക്ക് തോന്നുന്നത്? എന്നെ എന്താണ് നിങ്ങൾ ആരും മനസ്സിലാക്കാത്തത്? അവൾ അലറിക്കരഞ്ഞുകൊണ്ടാണ് അത് ചോദിച്ചത്. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ സഹിക്കണം എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലെ അഗ്നി ആളിക്കത്തി. അവൾ തീർത്തു പറഞ്ഞു, ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. പ്രണയിച്ചൊളിച്ചോടിയിട്ടല്ല എനിക്ക് ഈ കുഞ്ഞുണ്ടായത്. എനിക്ക് പഠിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ കാലു പിടിച്ച് കരഞ്ഞു പറഞ്ഞതല്ലേ? സ്വന്തം മകളേക്കാൾ വലുത് നിങ്ങൾക്ക് സമൂഹത്തിന് നൽകിയ വാക്കായിരുന്നു. ഞാൻ ഈ ബന്ധം ഒഴിയാൻ പോകുകയാണ്. ഇത് കേട്ട് മാതാപിതാക്കൾ ദേഷ്യപ്പെട്ടു. തങ്ങൾ കൂടെയുണ്ടാകില്ലെന്നും ഇങ്ങനെയൊരു മകളില്ലെന്നും അവർ ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട് ഐഷു ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. അവൾ പറഞ്ഞു, എനിക്കറിയാം നിങ്ങളെല്ലാവരെയും. നിങ്ങൾക്ക് ജീവിക്കാൻ സമൂഹത്തെ കാണിക്കണം. എന്റെ ഉള്ളിൽ വളരുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിലും ആൺകുഞ്ഞാണെങ്കിലും അവളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ശക്തയായൊരു ഉമ്മ അവൾക്കൊപ്പം എപ്പോഴുമുണ്ടാകും. സമൂഹത്തിന്റെ ഈ വേലിക്കെട്ടുകൾക്കുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. ഞാൻ മരിച്ചു ജീവിച്ചവളാണ്. ഇനി എന്റെ ജീവിതം പന്താടാൻ നിങ്ങളാരെയും ഞാൻ അനുവദിക്കില്ല. എനിക്ക് ജീവിക്കണം. നിങ്ങൾക്കിങ്ങനെയൊരു മകളില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് പോകാം. എനിക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നിങ്ങളിൽ നിന്നും അവരിൽ നിന്നും ഞാൻ നിയമപരമായി തന്നെ നേടിയെടുക്കും. എനിക്കെന്റെ പഠനം തുടരണം. എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കൊരു ജോലി കണ്ടെത്തണം. അതിനൊന്നും എനിക്ക് വലിയ പ്രയാസമുണ്ടാകില്ല. എന്തു തന്നെ അനുഭവിച്ചാലും നിങ്ങളുടെ ആരുടെയും കാല് പിടിച്ച് ഞാൻ തിരികെ വരില്ല. ഈ ബന്ധമൊഴിയാൻ എനിക്ക് നിങ്ങളുടെ ആരുടെയും അനുവാദം ആവശ്യമില്ല. ഞാൻ അനുഭവിച്ച ക്രൂരതകൾക്കെല്ലാം എന്റെ പക്കൽ കൃത്യമായ തെളിവുകളുണ്ട്. ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ എനിക്ക് പിന്തുണ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും എന്റെ കുഞ്ഞിനും വേണ്ടി ഞാൻ ജീവിച്ചു കാണിച്ചു തരാം. സ്വന്തം മകളുടെ കണ്ണുനീരിന് യാതൊരു വിലയും കൽപ്പിക്കാതെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ നോക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവർ ദയവായി ഈ മനോഭാവവുമായി ഇനി എന്നെ കാണാൻ വരരുത്. ഞാൻ ആ പഴയ പൊട്ടിക്കളിയായ ഐഷുവല്ല. ഐഷുവിന്റെ ഈ ശക്തമായ വാക്കുകൾ കേട്ട് മുറിയിലേക്ക് കടക്കാൻ വന്ന സുഹൈലും അവന്റെ വീട്ടുകാരും വാതിൽക്കൽ സ്തംഭിച്ചു നിന്നുപോയി. പുറത്തുനിന്ന് ഇതെല്ലാം കേട്ട് ഡോക്ടറുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു. അതെ, അവൾ പുനർജനിച്ചിരിക്കുന്നു. അടിമത്തത്തിൽ നിന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക്. നമ്മുടെ സമൂഹത്തിൽ ഐഷുവിനെപ്പോലെ ഒരുപാട് സ്ത്രീകളുണ്ട്. സ്വന്തം ദുഃഖങ്ങളും ദുരിതങ്ങളും പുറത്തു പറയാൻ കഴിയാതെ ഭർത്താവിന്റെയോ അയാളുടെ വീട്ടുകാരുടെയോ കളിപ്പാവയായി ജീവിച്ചു തീർക്കുന്ന കുറേ ജന്മങ്ങൾ. പക്ഷേ ഓർക്കുക, നോ പറയേണ്ടിടത്ത് കൃത്യമായി നോ പറയാനും എതിർക്കേണ്ടിടത്ത് ശക്തമായി എതിർക്കാനും നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു തവണ നിങ്ങൾ തലകുനിച്ചു കൊടുത്താൽ മരണം വരെ ആ വ്യക്തിയുടെ മുൻപിൽ അടിമയായി നിങ്ങൾക്ക് ജീവിക്കേണ്ടിവരും. യഥാർത്ഥ ജീവിത പങ്കാളി എന്നത് നിങ്ങളെ അടിമയായി കാണുന്നവരല്ല, മറിച്ച് ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്നവരാണ്. പെൺകുട്ടിയായി ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും ത്യജിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സ്വപ്നങ്ങൾക്ക് പുറകെ പായാനുള്ള മനസ്സും എതിർപ്പുകളെ നേരിടാനുള്ള കരുത്തുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സ്വയം ആർജിച്ചെടുക്കാം. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഇത് മനസ്സിലാക്കുക. സ്വന്തം പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിനു മുൻപ് അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജോലിയെങ്കിലും നേടിക്കൊടുക്കാൻ ശ്രമിക്കുക. ഒരു വിവാഹത്തേക്കാൾ ആ പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ആ സ്വാതന്ത്ര്യമായിരിക്കും. മകൾക്കൊരു പ്രശ്നം വരുമ്പോൾ രക്ഷിതാവെന്നതിനപ്പുറം ഒരു കൂട്ടുകാരനായി അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറാകുക. നിനക്ക് ഞാനുണ്ട് എന്ന ആ ഒറ്റ വാക്ക് മതിയാകും എത്ര വലിയ പ്രതിസന്ധിയിലും വീണ്ടും സന്തോഷത്തോടെ അവൾക്ക് ജീവിക്കാൻ. ഐഷു ഇനി ആരുടെയും വേലക്കാരിയല്ല. അവൾ അവളുടെ സ്വന്തം ലോകത്തെ രാജ്ഞിയാണ്.